ഇത് നമ്മുടെ മൂവാറ്റുപുഴ നെഹ്റു സ്റ്റേഡിയത്തിനടുത്തുള്ള ഇഡ്ഡലി ഷോപ്പാണ് കേട്ടോ. ഇത് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇത് വരുന്നത് നമ്മുടെ ധന്യ ഹോട്ടലിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ആണ് ഈ വരുന്ന ഇഡ്ഡലി ഷോപ്പ്. ഈ ഇഡ്ഡലി ഷോപ്പിൽ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കരുതുന്ന ഐറ്റങ്ങളൊന്നും അല്ല ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇഡ്ഡലി കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത്. നമ്മൾ പിന്നെ ഒരു പൊടിദോഷം മേടിച്ചു, പിന്നെ ഇഡ്ഡലിയും മേടിച്ചു. എനിക്ക് കാര്യം ഇഡ്ഡലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ ചട്നിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. ഇപ്പം നേരത്തെ കഴിക്കുമ്പോഴാണെങ്കിലും എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ അധികം കയറില്ലാത്തത്. പിന്നെ കൊച്ചി ഇഡ്ഡലി എന്നും പറഞ്ഞതുകൊണ്ട് രാത്രിയിൽ ഇഡ്ഡലി കിട്ടുന്ന ഷോപ്പ് അത് മാത്രം ഉള്ളതുകൊണ്ട് പോയതാണ്. ഇതിനകത്ത് നമുക്ക് വെള്ളച്ചമ്മന്തി ഉണ്ടല്ലോ, വെള്ളച്ചമ്മന്തി പൊളിച്ചിട്ട് വായിലേക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ വെള്ളച്ചമ്മന്തി കൂട്ടാതെ മറ്റേ ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിച്ചത്. നമ്മൾ ഈ 2 ചമ്മന്തി മാത്രമേ എടുത്തു, അല്ല മറ്റേ ചമ്മന്തി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. വെള്ളച്ചമ്മന്തി കൂട്ടി നമ്മൾ വായിലേക്ക് വച്ചപ്പോൾ തന്നെ നമുക്ക് പൊളിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അത്രയും പുളിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ നമ്മുടെ അതിൻ്റെ അകത്ത് കണ്ട ഈ വില പട്ടികയിലേക്ക് നിങ്ങൾക്ക് നോക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം എന്തോരം ഐറ്റങ്ങളാണുള്ളതെന്ന്. ഇത്രയും അധികം ഐറ്റങ്ങൾ അവിടെ ഹോട്ടലിലുള്ളതാണ് കേട്ടോ. ഒരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അത് അവിടുത്തെ ടേസ്റ്റൊക്കെ ഒരു വെറൈറ്റി, വേറൊരു ടേസ്റ്റാണ്. സത്യത്തിൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കില്ല. എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ടേസ്റ്റാണ്. ഇതൊക്കെയും ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ് കേട്ടോ. ഈ 3-4 കൂട്ടം ഐറ്റംസൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ്. ഏതായാലും വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെന്നാൽ വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഷോപ്പാണ് ഇഡ്ഡലി ഷോപ്പ്. നമ്മുടെ മൂവാറ്റുപുഴ. ഓക്കെ, ബൈ.